ഇപ്പോൾ ഈ പദ്ധതി വരുന്ന സ്ഥലത്ത് വാട്ടർ അതോറിറ്റി മദ്യത്തിന് വെള്ളം കൊടുക്കുന്നു. എന്റെ ഒന്നാമത്തെ ചോദ്യം, ഈ എലപ്പള്ളി പഞ്ചായത്തിൽ വാട്ടർ അതോറിറ്റിക്ക് ഒരു തുള്ളി വെള്ളം അവർ കൊടുക്കുന്നില്ല. ആദ്യം വാട്ടർ അതോറിറ്റി അവിടെ ക്യൂ നിൽക്കുന്ന സ്ത്രീകൾക്ക്, കുടവുമായി ദൂരേക്ക് പോകുന്ന സ്ത്രീകൾക്ക് അവർക്ക് ആദ്യം വെള്ളം കൊടുക്കട്ടെ. വെള്ളം ഉണ്ടെങ്കിൽ ആദ്യം എലപ്പള്ളി അവിടെ ഒരു പൈപ്പ് ഇടണമല്ലോ എന്തായാലും. അപ്പൊ എലപ്പള്ളി പഞ്ചായത്തിൽ ഒരു വാട്ടർ അതോറിറ്റിയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടാവട്ടെ, അവർക്ക് വെള്ളം കൊടുക്കട്ടെ. അവിടെ മഴവെള്ള ശേഖരണോ എന്തെങ്കിലുമൊക്കെ നടത്തട്ടെ. രണ്ടാമത്, ഇത് മലബാർ ഡിസ്റ്റിലറിയുടെ കാര്യം പറഞ്ഞു. 1,00,000 ലിറ്റർ വെള്ളം ഒരു ദിവസം കിട്ടിയാൽ മലബാർ ഡിസ്റ്റിലറി പ്രവർത്തിക്കും. 1.89 കോടി രൂപ അവർ കെട്ടിയിട്ടുണ്ട് വാട്ടർ അതോറിറ്റിക്ക്. എന്തിന്? അവർക്ക് വെള്ളം കിട്ടാൻ വേണ്ടി. കഴിഞ്ഞ എത്ര വർഷമായി അവിടെ MP രാജേഷ് MP ആയിട്ട് മത്സരിക്കുന്ന കാലം മുതൽ അദ്ദേഹം ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പാണ്, ചിറ്റൂർ ഷുഗർ മിൽ, മലബാർ ഡിസ്റ്റിലറി എന്ന് പറയുന്ന പഴയ ചിറ്റൂർ ഷുഗർ മിൽ, ഞങ്ങളത് മദ്യം ഉത്പാദിപ്പിക്കും. അദ്ദേഹം ജവാൻ ബ്രാൻഡ് വരെ പൊക്കി കാണിച്ചു നമ്മളോട്. ജവാൻ ബ്രാൻഡ് മദ്യം ഉത്പാദിപ്പിക്കും. അവിടെ വരാത്തത് 5 കിലോമീറ്റർ ദൂരെയുള്ള, അവിടെ സർക്കാരിന്റെ ഉടമസ്ഥതയില്ല. ഞാൻ ആ സ്ഥലത്ത് പോയി. അവിടെ ഒരു സ്റ്റോറേജ് ആണ്. അവിടെ സർക്കാരിന് ഉടമസ്ഥയിൽ സ്ഥലമുണ്ട്, ഡിസ്റ്റിലറി ഉണ്ട്, സംഗതിയുണ്ട്. എന്തുകൊണ്ട് 1,00,000 ലിറ്റർ, ഇത്രയൊന്നും വേണ്ട, അവർക്ക് കൊടുത്ത് ഈ ഉത്പാദനം ഇവിടെ നടത്തിയാൽ സർക്കാരിന് ലാഭമുണ്ട്, നികുതിയുണ്ട്. അപ്പൊ തൊഴിലും അവിടെ ഉണ്ടാവും, ഒരു സംശയമില്ല. ഇനി പഞ്ചാബിൽ പരിസ്ഥിതി മലിനീകരണം നടത്തി പൂട്ടിച്ച ഒരു കമ്പനിയാണ് ഈ കമ്പനി. അത് ഞാനിപ്പോ അതിനെ കുറിച്ച് പറയുന്നില്ല. ഇനി അങ്ങ് ചോദിച്ച ചോദ്യം, ഇതില് ഞാൻ അഴിമതിയുടെ കാര്യമൊക്കെ രാഷ്ട്രീയം, അത് വേറെ ചർച്ച ചെയ്യണം. എന്നെ സംബന്ധിച്ചിടത്തോളം അഴിമതി രണ്ടാമത്തെ വിഷയമാണ്. ഒന്നാമത്തെ വിഷയം വെള്ളം തന്നെയാണ്. കാരണം വെള്ളത്തിന്റെ കാര്യത്തിൽ ലോകം ഒരു പ്രതിസന്ധിയിലാണ്. കാലാവസ്ഥാ മാറ്റം വലിയ തോതിൽ ലോകത്തെ ഉലച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ നിഴൽ പ്രദേശമാണ് ഈ പറഞ്ഞ, നേരത്തെ സിബൽ മേഡം പറഞ്ഞ പോലെ മഴ നിഴൽ പ്രദേശമാണ് പാലക്കാട് ജില്ല. അവിടെ ഇനിയൊരു വെള്ളം അസംസ്കൃത വസ്തുവായ വെള്ളമാണ് അസംസ്കൃത വസ്തു. അതാണ് പ്രശ്നം ഇവിടെ. ഇപ്പൊ മറ്റ് വ്യവസായങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന പോലെ അല്ലത്. ഒരു IT കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു സംസ്കരണത്തിനോ വെള്ളം കൊടുക്കുന്ന പോലെ അല്ല ഇവിടെ. ഈ വെള്ളമാണ് 6 ലിറ്റർ വെള്ളം എടുത്ത് 1 ലിറ്റർ മദ്യം ഉണ്ടാക്കുന്ന പണിയാണ് ഈ ചെയ്യണേ. അപ്പൊ എന്ത് പറ്റും? ഇപ്പൊ അദ്ദേഹം പറഞ്ഞു മറ്റേ റീസൈക്ലിംഗ്. ഞാൻ ഒരു ഒറ്റ കാര്യം, കേരളത്തിൽ ഒരു കമ്പനി വാട്ടർ റീസൈക്ലിംഗ് ചെയ്യാൻ, ഞാൻ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന ആളാണ്. 250 കമ്പനി ഇവിടെ ഉണ്ട് വെള്ളം പെരിയാറിലേക്ക് മലിനം വിട്ടുകൊണ്ടിരിക്കുന്നത്. ചാലക്കുടി പുഴയിലേക്ക് വിടുന്ന KCP ഉണ്ട്, സർക്കാരിന്റെ കമ്പനി. അവര് പോലും റീസൈക്കിൾ ചെയ്യുന്നില്ല വെള്ളം. കാരണം ഇത് റീസൈക്കിൾ ചെയ്താലൊന്നും പറ്റുന്ന വെള്ളം അല്ല അത്. ഇതിന് അത്രയധികം വെള്ളം വേണം. അപ്പോ വെള്ളം, അതുകൊണ്ടല്ലേ കൊക്കോകോള എന്താ റീസൈക്കിൾ ചെയ്യാൻ? കൊക്കോകോളയ്ക്ക് വേറില്ലേണ്ട, കൊക്കോകോളയ്ക്ക് ആളില്ലേണ്ട, കൊക്കോകോളയ്ക്ക് വെള്ളം കിട്ടാതെ വന്ന എന്തുകൊണ്ടാ? ഇപ്പൊ കൊക്കോകോളയേക്കാൾ മെച്ചപ്പെട്ട ഒരു പാനീയാണ് മദ്യം എന്ന് ഞാൻ പറയില്ല. കൊക്കോകോളയ്ക്കെതിരെ ജീവിതകാലം മുഴുവൻ സമരം ചെയ്ത ഒരാളാണ്. പക്ഷേ മദ്യം അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സാധനമാണ്, അത്യാവശ്യമുള്ള ഒരു സാധനമാണെന്ന് ഞാൻ പറയില്ല. കൊക്കോകോള തന്നെയാണ് അതിൽ പ്രധാനം. ഇനി നയമാറ്റത്തെ കുറിച്ച്, നയം ഏത് സർക്കാരിനും മാറാം, ഒരു സർക്കാരില്ല. പക്ഷെ അവിടെയുള്ള ഒരു പ്രശ്നം, ഒരു പാർട്ടിക്ക് വേണ്ടി നയം മാറി, ഒരു കക്ഷിക്ക് വേണ്ടി നയം മാറി എന്ന് പറയുമ്പോൾ ഞാൻ അതാണ് ആദ്യം ചോദിച്ചത്. എങ്ങനെയാണ് ഇവിടെ നയം മാറുന്നതിന് മുമ്പ് ഇവർ കേന്ദ്ര സർക്കാരിൽ നിന്ന് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്ത് ഇവർക്ക് എലപ്പുള്ളിയിൽ തന്നെ ആ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അന്ന് ഇവിടെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഈ മെലപ്പുള്ളിയിൽ മാത്രമേ ഇത് ഉണ്ടാക്കാവൂ, 2 വർഷത്തിനകം സ്റ്റാർട്ട് ചെയ്തിരിക്കണം എന്നുണ്ട്. 2 വർഷം കഴിയുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ആ 2 വർഷത്തെ കണ്ടിട്ട് കഴിഞ്ഞാൽ ഇവരുടെ ലൈസൻസ് പോകും. അപ്പോ ഇതിനോട് തിരക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. ഇവർക്ക് എത്തനോൾ ഉണ്ടാക്കാൻ ലൈസൻസ്, എത്തനോൾ ഇവർ ആദ്യം ഉണ്ടാക്കുന്നില്ല. ഏറ്റവും തമാശ, ഇവരുടെ ആദ്യത്തെ 4 ഘട്ടത്തെ പ്രൊഡക്ഷൻ റേറ്റിൽ ഒരിടത്തും എത്തനോൾ ഇല്ല. ഇതൊക്കെ പറഞ്ഞ ഈ മറ്റേ ഇന്ധനത്തിൽ ചേർക്കുന്ന ഒരു സാധനവും ഇല്ല. ആദ്യം ഉണ്ടാക്കുന്നത് ENA തന്നെയാണ്, അതായത് സ്പിരിറ്റ് തന്നെയാണ്. മദ്യം ഉണ്ടാക്കാനുള്ള സാധനം തന്നെ ഉണ്ടാക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ അർത്ഥത്തിൽ ഇതിന്റെ ഒരു പ്രയോറിറ്റിയാണ് പൊളിറ്റിക്സ് എന്ന്. ഗാന്ധിയുടെ ദിവസമാണല്ലോ, പ്രയോറിറ്റി ഈസ് പൊളിറ്റിക്സ് എന്ന് ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മുൻഗണന എന്തിനാണ്? ഇപ്പൊ തൊഴിലുണ്ടാവണം. നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ട് ബ്ലാങ്കറ്റ് ആയി പറഞ്ഞിട്ടു വെറുതെ നമ്മൾ ഇതിന് വെള്ളം ഇഷ്ടം പോലെ ഉണ്ടാവും, റീസൈക്കിൾ ചെയ്യും, ഇത് ബ്ലാങ്കറ്റ് പറഞ്ഞാൽ പോലെ. ഇന്ന് വെള്ളത്തിന്റെ കാര്യത്തിൽ അങ്ങനെ നമ്മൾ ബ്ലാങ്കറ്റ് വർത്തമാനത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. വെള്ളം കൃത്യമായി അളവ് തന്നെയുണ്ട് ലോകത്ത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഞാൻ കൊച്ചിയിലാണ് ജീവിക്കുന്നത്. ഇവിടെ ആഴ്ചയിൽ 3 ദിവസം വെള്ളം കിട്ടുന്നുള്ളൂ. ഇത്രയും വലിയ പെരിയാറിൽ ഒഴുകിയിട്ട് ഈ വാട്ടർ അതോറിറ്റിക്ക് ഇതുവരെ ഇവിടെ ആഴ്ചയിൽ 7 ദിവസം 7 ദിവസം വേണ്ട, 5 ദിവസങ്ങളിൽ വെള്ളം കൊടുക്കാൻ പറ്റിയിട്ടില്ല. പല സ്ഥലങ്ങളിലും വാട്ടർ അതോറിറ്റി കൊടുക്കാൻ കഴിയുന്നില്ല. പാലക്കാട് തന്നെ ഇപ്പോഴുണ്ടെന്ന് പറയുന്നു. പക്ഷെ പാലക്കാടും നേരത്തെ പറഞ്ഞതുപോലെ പാലക്കാടിനെ വികസിച്ചാൽ പാലക്കാട് കൃഷി ഉണ്ടായാൽ, ഇപ്പോ എലപ്പള്ളി ചെന്നപ്പോ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇരിപ്പു കൃഷിയാണ് അവിടെ ഇപ്പോൾ. അത് മലമ്പുഴ വെള്ളം കൂടി കിട്ടിയിട്ടാണ്. ആ വെള്ളം കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഇരിപ്പു കൃഷി കിട്ടില്ല. മലമ്പുഴയല്ല, മറ്റ് ഡാമുകളിലെ വെള്ളം കിട്ടിയില്ലെങ്കിൽ. അപ്പൊ പ്രശ്നം കൃഷി മുൻഗണനയല്ല, കൃഷിയിലെ തൊഴിൽ ഗുണമില്ല,
കൃഷി പോയി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 7.5 ലക്ഷം ഹെക്ടർ ഭൂമിയിൽ നിന്ന് കൃഷിഭൂമിയിൽ നിന്ന് 2.5 കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ 2.5 പോലും ഇല്ല. അതിന് ഏതാണ്ട് 4/1 കേരളത്തിലെ കൃഷിഭൂമി കുറഞ്ഞു. അതുണ്ടാക്കിയ പ്രത്യാഘാതം നന്നായി അറിയാവുന്ന സർക്കാരാണ് ഇടതു സർക്കാർ. അതുകൊണ്ടാണ് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണം ഉള്ളത്. ഇതിൽ 4 ഏക്കർ നെൽവയൽ തണ്ണീർത്തടമുണ്ട് എന്നുകൂടി അറിയുക. 4 ഏക്കർ നെൽവയൽ തണ്ണീർത്തടമുണ്ട്. അപ്പോ ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഇതിന്റെ ഒരു പ്രയോറിറ്റിയാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് ഇനി വേറൊരു തരത്തിൽ കൊണ്ടുവരുമെന്ന് വെച്ചാൽ, ഞാനത് തുടക്കത്തിലേ പറഞ്ഞു, മദ്യം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു, അതിന്റെ ഗുണദോഷങ്ങളൊക്കെ ഒരു സർക്കാരിന്റെ നയമാണ്. അത് അവർ ഉണ്ടാവട്ടെ, ഇല്ലെങ്കിൽ എവിടെന്നെങ്കിലും കൊണ്ടു കുടിക്കും. കേരളത്തിൽ ഈ പറയുന്ന മദ്യമൊന്നുമല്ല, കേരളത്തിൽ വിദേശത്ത് നിന്ന് വരുന്ന മദ്യം ഒക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ നിന്ന് മേടിക്കുന്ന മദ്യം തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതൊന്നും നമ്മുടെ കണക്കിൽ വരില്ല. പക്ഷേ പ്രധാനം ഇപ്പൊ വെള്ളം തന്നെയാണ്, വെള്ളം തന്നെയാണ്, പരിസ്ഥിതി തന്നെയാണ്.